ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഒരു 2-3 തവണ അരിച്ച് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാനിത് പൈനാപ്പിൾ കേക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പൈനാപ്പിളിൻ്റെ എസൻസ് ഒരു 2-3 ഡ്രോപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ഇതിലിട്ട് ചേർത്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് വേണം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് വീണ്ടും അരിപ്പയിലൂടെ തന്നെ അരിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 പ്രാവശ്യം മാത്രമേ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിലോട്ട് വീണ്ടും അരിച്ച് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കേക്ക് ടിന്ന് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ കേക്ക് ടിന്നിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി എടുത്തിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ നന്നായിട്ട് പോകണം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. കേക്ക് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 2 കപ്പ് ക്രീം എടുത്തത് എനിക്ക് 2 കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് ക്രീമിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഈ ക്രീമിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഐസിങ് ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 30 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു കേക്കിൻ്റെ ബേസ് വെച്ച് കൊടുത്ത ശേഷം അതിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുകയാണ്. ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ ക്രഷ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ക്രഷ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ക്രഷ് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈനാപ്പിളിൻ്റെ ക്രഷ് ചേർത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3ാമത്തെ ലെയർ കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടും ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ കേക്കിൻ്റെ സൈഡിലും ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്ത ശേഷം ഒരു 30 മിനിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാം. മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ന്യൂട്രൽ ഗ്ലേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഈ കേക്കിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കേക്കിന്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത ശേഷം നമുക്ക് കേക്കിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കേക്കിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്കൊരു ബോർഡറും വരച്ചു കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറി ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.